എനിക്ക് മാത്രമല്ല, ഇനി അങ്ങനെയുള്ള വ്യക്തി കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ്, ഞങ്ങൾക്ക് ആര് വന്നാൽ ഗുണമുണ്ടാകും എന്ന് പറയുന്ന അന്വേഷണം ആയിരിക്കും ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ നിശ്ചയത്തിലേക്ക് പോകുന്ന ചിന്ത അതായിരിക്കും. ഇല്ല, ഞാൻ അത് ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഞാൻ ചങ്കൂറ്റത്തോടെ വിളിച്ച് പറഞ്ഞതാണ്. ഞാൻ എൻ്റെ രണ്ട് നേതാക്കളോടും ആവശ്യപ്പെടാൻ എനിക്ക് അവകാശമില്ല. കാരണം ഞാനിപ്പോൾ പാർട്ടിയുടെയും കൂടെ സ്വത്താണ്. ഇല്ലില്ല, നിർമ്മലാ സീതാരാമൻജി വിളിച്ചിരുന്നു. പ്രധാനമന്ത്രി ഇപ്പോൾ വിളിക്കത്തില്ല, അത് നാളെ ഫൈനൽ. ഇല്ല, ഞാൻ ട്രിവാൻഡ്രത്തെ ഇപ്പോഴും പരിലാളിക്കുന്ന ആളാണ്. എൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ഞാൻ എയിംസിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതെവിടെ വരുമെന്ന് നോക്കിക്കോളൂ. അപ്പം നിങ്ങൾക്ക് എനിക്ക് പ്രാദേശികത ഇല്ലാത്ത ആളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കറിയത്തില്ല, അത് ഞാൻ നാളെ ഇൻഡിഗോയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ജാവ്ദേക്കർ ജി വന്നിട്ട് പറഞ്ഞു അത് ഞങ്ങൾ തീരുമാനിക്കുന്ന മാർഗത്തിൽ പോകണം എന്ന് അറിയിച്ചിട്ട് പോയി. അദ്ദേഹം അറിയിക്കും. ഞാൻ ഇലക്ഷൻ്റെ സമയത്തും പറഞ്ഞു, എൻ്റെ മുമ്പിൽ ഇടതും വലതുമില്ല, എൻ്റെ മുമ്പിൽ ശത്രുക്കളില്ല, എൻ്റെ കൂടെ സ്ഥാനാർത്ഥികൾ അവരേ ഉള്ളൂ. എനിക്ക് മുന്നിൽ ഇടത് വോട്ടേഴ്സില്ല, വലത് വോട്ടേഴ്സില്ല. അതാ പറഞ്ഞ. അപ്പം പറഞ്ഞോട്ടെ, ഞാൻ അദ്ദേഹത്തെ ഇന്നലത്തെയും മെനിഞ്ഞാന്നത്തെയും അദ്ദേഹത്തിൻ്റെ ചില ക്രൗര്യം നിറഞ്ഞ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ ഇനി ഞാൻ അദ്ദേഹത്തെ ചേട്ടൻ എന്ന് വിളിക്കില്ല. അദ്ദേഹം ഇനി ശ്രീ കെ മുരളീധരനാണ്. അദ്ദേഹം വന്നിറങ്ങിയ ദിവസം പിറ്റേന്ന് നിങ്ങൾ പത്രക്കാരെന്താ എൻ്റെ അടുത്ത് ചോദിച്ച റിപ്പോർട്ടറും മനോരമയും ഏഷ്യാനെറ്റും എല്ലാവരും ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 3-ാം സ്ഥാനത്തേക്ക് പോലും പോവില്ല സുരേഷ് ഗോപി എന്നാണല്ലോ പറയുന്നത്. ഞാൻ പറഞ്ഞു 10ാമത്തെ സ്ഥാനത്തേക്ക് പൊയ്ക്കോട്ടെ, അതിനെന്താ? ഇത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഞാൻ ആ ജനങ്ങളുടെ തീരുമാനത്തിനാണ് നിന്നത്, ഇടതിൻ്റെയും വലതിൻ്റെയും തീരുമാനത്തിനല്ല. എനിക്ക് നന്നായിട്ടറിയാം, ഇടതിലെയും വലതിലെയും ഒരു രാഷ്ട്രീയം കളഞ്ഞുകൊണ്ടല്ല അവരെനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയത്തിലെ അതൃപ്തി അത് വ്യക്തമാക്കുന്ന രീതിയിൽ വമ്പിച്ച എണ്ണത്തിൽ രണ്ട് കക്ഷിയിലെയും വോട്ടർമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവരൊന്നും പക്ഷേ എൻ്റെ പാർട്ടിക്ക് നൽകിയ വോട്ടല്ല അത്. എനിക്ക് നന്നായിട്ടറിയാം, എൻ്റെ പാർട്ടിക്കും അത് നന്നായിട്ടറിയാം. അവരും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഒരു ഭൂരിപക്ഷത്തിൻ്റെ എണ്ണത്തിലേക്ക് വന്ന് ചേരുന്നത് ആ വോട്ടുകളായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് എന്താ സാധ്യമായിരിക്കും. അതുകൊണ്ട് ഞാനിത് ഈ വിജയം സമർപ്പിക്കുന്നത് ഭാസ്കർ റാവുജിക്കും മാരാർജിക്കും മുകുന്ദേട്ടനും 800 ചില്ലുവാനും കുടുംബങ്ങൾ ഇപ്പോഴും കണ്ണീരിൽ കഴിയുന്നുണ്ട്, രക്തസാക്ഷികളുടെ. അവർക്ക് ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു.